പീപ്പിൾ എക്സ്ക്ലൂസീവ് മുഖ്യമന്ത്രിയുടെ നിയമോപദേശക പദവി ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ഇക്കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രിയോട് താൻ സൂചിപ്പിച്ചിരുന്നതായും അഡ്വക്കേറ്റ് എം.കെ. ദാമോദരൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. രാഷ്ട്രീയവും വ്യക്തിവിരോധവുമാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. പീപ്പിളിന്റെ ന്യൂസ് ആൻഡ് വ്യൂസ് പരിപാടിയിലായിരുന്നു അഡ്വക്കേറ്റ് എം.കെ. ദാമോദരന്റെ പ്രതികരണം. ഇൻഡിപെൻഡന്റ് ആയിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു നിയമിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ന്യൂസ് വന്നപ്പോൾ തന്നെ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും എൻ്റെ ബിസി പ്രാക്ടീസ് കണക്കിലെടുത്തുകൊണ്ട് എനിക്ക് ആ കടമ കൃത്യമായി നിർവഹിക്കാൻ പറ്റില്ല. മാത്രവുമല്ല ധാരാളം പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, പിണറായി വിജയന് ഞാൻ വേറൊരു പ്രധാനപ്പെട്ട ക്രിമിനൽ കേസിൽ ഹാജരാകുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആ അപ്പോയിന്റ്മെന്റോട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോഴേ ഒരു കേസ് ഹൈക്കോടതിയിൽ വന്നതുകൊണ്ട് ഞാൻ ഇൻഫോം ചെയ്തതല്ല ഗവൺമെന്റിന്. ഞാൻ ഇതുവരെ ചാർജ് എടുത്തിട്ടില്ല, ചാർജ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഗവൺമെന്റിനോട് പറയുന്നത് ഈ ഒരു കേസ് കോടതിയിൽ വന്നതുകൊണ്ടല്ല, അല്ലാതെ തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ഈ ദിവസം വരെ ഏതെങ്കിലും ഒരു കേസിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയോ ഉള്ള ഫയലുകൾ വെച്ച് എന്നോട് ചോദിക്കുകയോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ എന്റെ അടുക്കൽ നിന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. യാതൊരു തരത്തിലുള്ള സംഗതികളും ഇന്ന് വരെ എന്നോട് മുഖ്യമന്ത്രി ചോദിച്ചിട്ടില്ല. ായി ഞാൻ തീരുമാനിച്ചതാണ് ഇത് ഏറ്റെടുക്കേണ്ടെന്ന്. അതുകൊണ്ടാണ് ഒരു മാസവും 10 ദിവസം കഴിഞ്ഞിട്ട് പോലും ഞാനിത് ഏറ്റെടുക്കാതിരുന്നു. ടി വിയിലൊക്കെ ഹാജരായിട്ടുള്ള ഏതെങ്കിലും ഒരാൾ എന്നോട് വിളിച്ച് ഈ പോസ്റ്റ് എന്താണ്, നിങ്ങൾ ഈ പോസ്റ്റ് എടുത്തിട്ടുണ്ടോ, ഈ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വല്ല നിയമോപദേശം ചെയ്തോ എന്ന് ചോദിച്ചിട്ടില്ല. RSSന് എതിരായി നടത്തിയ പ്രസ്താവനയിൽ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് സുപ്രീം കോടതി. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മഹാത്മാഗാന്ധിയുടെ വധത്തിൽ RSSന് പങ്കുണ്ടെന്ന കോൺഗ്രസ് ഉപാധ്യക്ഷന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് RSS സുപ്രീം കോടതിയെ സമീപിച്ചത്. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ വിചാരണാ നടപടികളിലേക്ക് കടക്കുമെന്നും ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ബെഞ്ച് വ്യക്തമാക്കി. മഹാത്മാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് സുപ്രീം കോടതി ഒരു നേതാവിനെതിരെ പരാമർശങ്ങൾ നടത്തുന്നത്. മഹാത്മാഗാന്ധിയുടെ വധത്തിൽ RSSന് പങ്കുണ്ടെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. 2014 മാർച്ചിൽ താനെയിൽ നടന്ന പ്രചാരണ റാലിക്കിടെ കോൺഗ്രസ് ഉപാധ്യക്ഷൻ നടത്തിയ ഈ പരാമർശത്തിൽ മാപ്പ് പറയണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കേസിൽ കോൺഗ്രസ് ഉപാധ്യക്ഷൻ വിചാരണ നേരിടേണ്ടി വരും. പ്രസ്താവനയുടെ ശരിതെറ്റുകളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ലെന്നും പൊതുസമൂഹത്തിലെ ഒരു സംഘടനയ്ക്കെതിരെ നടത്തിയ പ്രസ്താവനയ്ക്ക് ആധാരമായ കൂടുതൽ തെളിവുകൾ നൽകാനും കോടതി നിർദ്ദേശിച്ചു. അടുത്ത ബുധനാഴ്ച വരെയാണ് രാഹുൽ ഗാന്ധിക്ക് കോടതി സമയം അനുവദിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഉപാധ്യക്ഷന്റെ പ്രസ്താവനയ്ക്കെതിരെ RSS പ്രവർത്തകനായ രാജേഷ് കുന്ദയാണ് സുപ്രീം കോടതിയിൽ മാനനഷ്ട കേസ് നൽകിയത്. RSSനെതിരായ പരാമർശവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു.